ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസാണ്. ഇന്ന് ഞാനുള്ളത് ഭാഗ്യയുടെ കല്യാണ മേക്കപ്പുമായിട്ടാണ്. ഹായ് ഭാഗ്യ, ഹലോ. എന്തുണ്ട് വിശേഷം? സുഖം. ഭാഗ്യ, ഇത് എവിടെയാ സ്ഥലം കറക്റ്റ് ആയിട്ട്? ഇത് കറക്റ്റ് കായംകുളം. കായംകുളത്താണ്. കായംകുളം ഭാഗ്യയുടെ ഈ ലൊക്കേഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു 5 കിലോമീറ്ററിനിടയിൽ തന്നെ ഞാൻ 15 ബ്രൈഡിനെ ചെയ്ത ഒരു സ്ഥലമാണ്. സോ ഐ എം സോ ഹാപ്പി ടു ബി ബാക്ക് ഹിയർ. അപ്പോൾ ഭാഗ്യ, നമുക്കിപ്പം ബ്രൈഡൽ മേക്കപ്പിലോട്ട് തുടങ്ങാം. ഇന്നലെ നല്ല ഫുഡായിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്കൊന്ന് കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ സൈഡിൽ തലേ ദിവസം വലിയ ഫംഗ്ഷൻ ആട്ടോ. മിക്കയിടത്തും ഉണ്ട്, എങ്കിലും ഈ ഒരു ഏരിയയിൽ കൂടുതൽ നമുക്കപ്പോ മേക്കപ്പിലോട്ട് പോകാം. യു ഹാവ് എനി കൈൻഡ് ഓഫ് റെഫറൻസസ്? എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. എനിക്ക് നമുക്ക് തുടങ്ങാം അല്ലേ? ഇതൊക്കെ ആരാ? ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ, രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്ത് ചെയ്യുന്നത്? ബാക്കിലിരിക്കുന്ന കങ്കാര്. വെരി ഗുഡ്. ഭാഗ്യ, ആൻഡ് വാട്ട് യു ഡു? ഞാൻ കറന്റ് ഓസ്ട്രേലിയയിലാണ്. മാസ്റ്റേഴ്സ് ചെയ്യുമായിരുന്നു. ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ആക്കി വന്നു. അപ്പം ഞാൻ ജസ്റ്റ് 2 weeks ആയതേ ഉള്ളൂ വന്നിട്ട്. അപ്പം ഇവരാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡ്രസ്സ് എല്ലാ സാധനങ്ങളും സെറ്റാക്കി തന്നത്. ഇവരെ കർട്ടൻ മാറ്റിയാണെങ്കിൽ തോന്നുന്നുണ്ട്. കാര്യം കുറച്ച് എപ്പോഴും നമ്മള് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫേസിനെ ഒന്ന് റിഫ്രഷ് ചെയ്യണം. ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യേണ്ടി വരില്ല, പക്ഷെ ഓരോരുത്തരുടെ രീതിയാണ്. ഭാഗ്യക്ക് വി ഫെൽറ്റ് ഇറ്റ്, സോ ഇറ്റ്സ് ഗുഡ്. കണ്ടിന്യൂ പ്ലീസ്. അങ്ങനെ ഞാൻ 2 weeks ആയതേ ഉള്ളൂ എത്തിയിട്ട്. ഇവരാണ് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത് തന്നത്. പിന്നെ എല്ലാം ഭയങ്കര ഹറിബറി ആയിരുന്നു. ഇടയ്ക്ക് ഞാൻ ഓണത്തിനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതെ, നല്ല സർവീസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് സെക്കൻഡ് ടൈം വരണോ വേണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പിച്ചു എന്തായാലും വരണം. സെക്കൻഡ് റിസൾട്ട് നല്ലതായിരുന്നു. ഹെയർ സ്പാ ഒക്കെ നല്ല രസം. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഉറങ്ങി. രണ്ടിലും ഫേഷ്യലും സ്പായ്ക്കും എല്ലാം ഞാൻ നല്ലോണം സുഖമായിട്ട് ഉറങ്ങി. ഇല്ല, കുറുക്ക വലിച്ചില്ല. ഞാൻ 2 കഴിഞ്ഞപ്പോഴും അവരോട് ചോദിച്ചു ഞാൻ കുറുക്ക വലിച്ചായിരുന്നോ? പറഞ്ഞില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ കൂർക്കം വലിച്ചുറങ്ങുന്നത് നല്ലതാണ്. നമ്മളൊരു ടയർഡ്നെസ് സമയത്തിനൊക്കെ ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് അതൊരിക്കലും ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ഞങ്ങൾ ബട്ട് ഇറ്റ്സ് ഗുഡ് കേട്ടോ. അല്ലേ? നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. കല്യാണം കഴിക്കാത്ത പിള്ളേരെയാണ് കല്യാണം കഴിപ്പിച്ചു വിടുന്നത്. വലുതായപ്പോൾ തൊണ്ണൂറോളം ആഗ്രഹമായിരുന്നു വികാസേട്ടൻ വേണം എന്നുള്ളത്. എന്തോ ഭാഗ്യത്തിന് ഡേറ്റ് കിട്ടി. എനിക്കൊന്ന് ആദ്യം വികാസേട്ടന് വേറെ ഡേറ്റിൽ വേറെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ആയിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ ഓക്കെ പറഞ്ഞത്. അത് എന്റെ ഭയങ്കര ലക്കായിട്ട് ഞാൻ. എന്റെ വീട്ടില് അമ്മ 2 അനിയന്മാരാണ്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. അപ്പം അച്ഛനുള്ളപ്പോൾ തൊട്ടേ ഞാൻ പറയായിരുന്നു കല്യാണമാണെങ്കിൽ വികാസേട്ടൻ മതി എന്നുള്ളത്. അതെ, അതുകൊണ്ടാണ് വീട്ടുകാരും ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇന്നലെ വീട്ടിൽ തന്നെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വികാസേട്ടനെ കാണാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി വന്നോണ്ട്. വികാസേട്ടൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ വിചാരിച്ചു വിട്ട ഒരാളേ അല്ല. എൻ്റെ 2 അനിയന്മാരാണ്. അമ്മ ഹൗസ് വൈഫാണ്. ഒരാൾ ജയ്പൂർ വെറ്റിനറി മെഡിസിൻ ചെയ്യുന്നു, 3rd year കഴിഞ്ഞു. ഒരാളിപ്പോൾ ജസ്റ്റ് എൻജിനീയറിങ്ങിന് കയറി. അവന്മാരാണിപ്പം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് സെറ്റാക്കി തരുന്നത്. ഫാമിലി നല്ല സപ്പോർട്ടാണ്. എൻ്റെ അച്ഛൻ്റെ ബ്രദേഴ്സ് ഉണ്ട് 5 പേര്. ഫാമിലിയിൽ ഞാനാണ് ആദ്യത്തെ പെൺകുട്ടി. അച്ഛനും കൂടെ കൂട്ടി 6 പേരാണ്. ഇപ്പം 5 ബ്രദേഴ്സ്. ഞാനാണ് ആദ്യത്തെ പെൺകുട്ടി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ് എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്. ഇതൊരു ബ്രദറിന്റെ വീടാണ്. ഫോട്ടോ കണ്ടു കേട്ടോ, 5-6 പേര് ഇങ്ങനെ നിൽക്കുന്നത്. അതെ ഒരുപാട് പേര് ഇനി ഇതുവഴി എനിക്ക് അതെ. ഇല്ല, ഇപ്പൊ 3 പേരേ ഉള്ളൂ. ഞാനും കൂടെ കൂട്ടി. ഒരാള് ഇവിടുത്തെ ഈ കൊച്ചച്ഛൻ്റെ തന്നെ മോളാണ്. എല്ലാം കുഞ്ഞു പിള്ളേരാണ്. വെള്ളം. അതെ. വികാസേട്ടാ പുടവ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നവ്യ നായരുടെയൊക്കെ മേക്കപ്പ് ചെയ്ത് ഗായത്രി ആൻറ്റി. മെനഞ്ഞാന്നാണ് ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ഇടുന്നത്. പിന്നെ ചേട്ടൻ പറഞ്ഞനുസരിച്ച് ഫേഷ്യൽ മാത്രം പോയി എല്ലാ മാസവും ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടാണ് നോ ഗോൾഡിലോട്ട് പോയത്? ഗോൾഡ് വേണ്ടാന്ന് തോന്നി. എനിക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ഭയങ്കര ഡിസൈനുള്ള ആൻറ്റീക്ക് നഗാസ് പോലത്തെ ഇതിടണമെന്ന്. അതിൻ്റെ ഗോൾഡ് റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ശരിക്കും ഒരു
മറുവശം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടെയാണ്. പിന്നെ നമ്മൾ മേക്കിംഗ് ചാർജ് ഒക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇന്നലത്തെ എന്റെ ബ്രൈഡ് നോക്കുന്നുണ്ടായിരുന്നു. പിള്ളേരിങ്ങനെ ചെയ്യുന്നുണ്ട്. അതെ, ഇന്നലെ പിന്നെ എന്നെ വഴക്ക് പറഞ്ഞ് 2 മാല എടുപ്പിച്ചു. അതെ, കാരണം കൊച്ചന്മാർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ 3-മത്തെയാണ്. അച്ഛനില്ലെങ്കിൽ ഇവരെല്ലാം ഭയങ്കര ഫുൾ സപ്പോർട്ടാണ് എല്ലാത്തിനും. ഇവിടുത്തെ കൊച്ചനാണ് ഭയങ്കര, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണെന്ന്. അല്ലല്ല, അച്ഛനെ നേരെ ഇളയത് 2 ട്വിൻസാ. ഒരാളിതും ഒരാൾ തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അപ്പം ഇവിടുത്തെ കൊച്ചനാണ് ഇന്നലെ വൈകിട്ട് ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് ഭീമയിൽ കൊണ്ടുപോയി. റിസപ്ഷന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. എന്നോടൊന്ന് പെട്ടെന്ന് വന്ന് പറഞ്ഞ കയറ്റി എന്നെ അവിടെ കൊണ്ടുപോയി ഭയങ്കര ഇമോഷണലി ഒക്കെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു. എന്നിട്ട് 2 മാല ഇടണമെന്ന് പറഞ്ഞ് ഇതാക്കി. ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു. എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു ആൻറ്റിയെ കിട്ടി. അവർ 25 years ആയിട്ട് അവിടെ സെറ്റിൽഡാ. അപ്പം ഞാൻ അവിടെ പെയിൻ ഗസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാർ വരും ഇന്ന് കല്യാണം, നാട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ കല്യാണം കൂടാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു മിസ്സിങ് ഹോം ആ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. ട്രെയിനില് തൃപ്പൂണിത്തറ ഇറങ്ങി അവര്. ഞാൻ തൃപ്പൂണിത്തറ ഇറങ്ങി വിൻഡോയിൽ കൂടെ കണ്ടത്. പിറ്റേ ദിവസമാണ് ഞാൻ പാർലറിൽ വരുന്നത്. അപ്പം അമ്മയും സിസ്റ്ററും അമ്മയും അച്ഛനും PWD കോൺട്രാക്ടറായിരുന്നു. അനിയത്തിയുണ്ട്, MD ചെയ്യുന്നു ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. കല്യാണം കഴിഞ്ഞു. ചേട്ടൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ കൊച്ചി. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെ അതെ, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതി. അവന് CA പഠിക്കാൻ പോയതാ തിരുവനന്തപുരത്ത് വിടുന്നു. അവിടെ നിന്ന് കിട്ടിയതാ ഇവിടെ. പക്ഷെ ഇപ്പം ഞാൻ ഇവളും ഭയങ്കര കൂട്ട. പറയുമ്പോൾ എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ ഗേൾ ഫ്രണ്ടാ. പക്ഷെ ഭയങ്കര വൈബ. ഇല്ല, അത് സിഗ്മയാ. സിഗ്മ കൊച്ചിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വെച്ച് ഒരുക്കണം. ആണ് ഭയങ്കര റിസ്ക്. ഇപ്പം ഈ ഇടയ്ക്ക് ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നില്ലേ, ചേട്ടൻ കണ്ട ന്യൂസിലൊക്കെ. അവർ പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കല്യാണം കഴിച്ചു, മേക്കപ്പ് ഇടാൻ പോയി. ഇവിടെ അടുത്ത് ആലപ്പുഴയിലായിരുന്നു. അപ്പം അത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷൻ. നല്ല മാലകൾ കേട്ടോ, അതിനൊക്കെ ഇഷ്ടമായി. ആ 2-ാം മാല ഭയങ്കര രസം. അവളെ കൊണ്ട് എടുപ്പിച്ചൊരു പാടെനിക്കറിയാം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് സാരിക്കും. ഇത് അമ്മയുടെ സാരിയാ. ഒരു 33 years back. എന്നെ മാത്രം പൊക്കിച്ചല്ലേ. ഇല്ല, വികാസേട്ടന്റെ ബ്രൈഡ് എക്സ്പെക്ട് ചെയ്ത പോലെ. അതെ, ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം വെച്ചൊന്നും അടിപൊളിയാവും. ഞാൻ ഇവിടെ പറഞ്ഞു പറയട്ടെ, ചോദിച്ചിട്ട് നോക്കാന്ന്. അടിപൊളി. ഒന്നും പറയാനില്ല. പറഞ്ഞാൽ ഞാൻ കരയും. ചിലപ്പോൾ സന്തോഷം വന്നാൽ ഞാൻ കരയും. ഇമോഷണലാണ് ഞാൻ. ഞാനും അങ്ങനെയാണ്. ഞാനും ഭയങ്കര ഇമോഷണലാണ് കേട്ടോ. എനിക്ക് സന്തോഷം വന്ന ഭയങ്കര കരച്ചിലാണ്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ പ്രതീക്ഷ, ഭയങ്കര എക്സ്പെക്ടേഷൻ, എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ ഒരു ഡേ. ആൻഡ് ഞാനും പറഞ്ഞാൽ കരഞ്ഞു പോവാ. ഞാനും ഒരുപാട് ആഗ്രഹിച്ച ദിവസമായിരുന്നു ഇത്. പക്ഷെ എൻ്റെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിലും ഒരുപാട് മേലെയാണ് ഇപ്പൊ. നമുക്ക് കോൺഫിഡൻസ് ആണ് അപ്പൊ. പക്ഷെ നേരിട്ട് നമ്മളെപ്പോഴും കാണുന്നത് ഫോട്ടോ വീഡിയോ, പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഭയങ്കര
താങ്ക് യു ഉറപ്പായിട്ടും. താങ്ക് യു ചേട്ടാ എല്ലാം നല്ലത്.